പ്രിയപ്പെട്ടവരെ, യമാമയിലെ ഗോത്രപ്രമുഖനും പ്രവാചകനോടും അനുചരരോടും കടുത്ത വിദ്വേഷം പുലർത്തുകയും ചെയ്തിരുന്ന സുമാമത്ത് ബിൻ ഉസാദ് നബിയെ വധിക്കാൻ ആഹ്വാനം ചെയ്ത് അതിനായി കച്ചകെട്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അവിചാരിതമായാണ് സുമാമ പ്രവാചകന്റെ അനുചരന്മാരുടെ പിടിയിലകപ്പെടുന്നത്. അദ്ദേഹത്തെ അവർ മദീന പള്ളിയിൽ ബന്ദിയാക്കി. തന്നെ വധിച്ചു കളയുമെന്നതിൽ സുമാമക്ക് ഉറപ്പായിരുന്നു. മുസ്ലിങ്ങൾക്കെതിരെ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ അയാളുടെ മനസ്സിൽ മിന്നിമറിഞ്ഞു. നമസ്കരിക്കാനായി പള്ളിയിൽ വന്ന പ്രവാചകൻ ബന്ദിയായി നിൽക്കുന്ന സുമാമയെ ഒന്നും ചെയ്തില്ല. പകരം നബിയുടെയും സഹചാരികളുടെയും ജീവിത പശ്ചാത്തലങ്ങളെയും സഹിഷ്ണുതയെയും പെരുമാറ്റങ്ങളെയും ആരാധനാ കർമ്മങ്ങളെയും നേരിൽ കാണാനും അടുത്തറിയാനുമുള്ള അവസരം നൽകി. ആദ്യ ദിവസം അങ്ങനെ കഴിഞ്ഞു. രണ്ടാം ദിവസം പള്ളിയിലെത്തിയ പ്രവാചകൻ സുമാമയോട് വിശേഷം അന്വേഷിച്ചു. സുമാമ പറഞ്ഞു, മുഹമ്മദേ, എനിക്ക് താങ്കൾ എന്നെ വധിച്ചു കളയുന്നുവെങ്കിൽ തീർച്ചയായും ഞാനത് അർഹിക്കുന്നുണ്ട്. മാപ്പ് നൽകി എന്നോട് കരുണ കാണിക്കുന്നുവെങ്കിൽ ശിഷ്ടകാലം ഞാൻ നന്ദിയുള്ളവനായിരിക്കും. താങ്കൾക്ക് വേണ്ടത് പണമാണെങ്കിൽ എത്രയാണ് വേണ്ടത്, ഞാൻ നൽകാം. പ്രവാചകൻ പ്രതിവചിച്ചില്ല. മൂന്നാം ദിവസവും ഇത് തന്നെ തുടർന്നു. നാലാമത്തെ ദിനവും പ്രവാചകന്റെ ചോദ്യത്തിന് സുമാമക്ക് മറ്റൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാൻ കൽപ്പിച്ചു പ്രവാചകൻ. മോചിതനായ സുമാമ നേരെ പോയത് തൊട്ടടുത്തുള്ള ഈത്തപ്പനത്തോട്ടത്തിലേക്ക്. കിണറിൽ നിന്ന് വെള്ളം കോരി കുളിച്ച് വൃത്തിയായി നേരെ തിരുസന്നിധിയിൽ വന്ന് ഇസ്ലാം ആശ്ലേഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ, അങ്ങയുടെ മുഖത്തേക്കാൾ എനിക്ക് വെറുപ്പും വിദ്വേഷവുമുള്ള മറ്റൊരു മുഖം ഇതുവരെ ഈ ഭൂമുഖത്തില്ലായിരുന്നു. മറ്റുള്ളവർ പറഞ്ഞു കേട്ടതിൽ നിന്നാണ് അവിടത്തെക്കുറിച്ച് അങ്ങനെ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. എന്നാൽ അങ്ങയെ നേരിൽ കണ്ടതോടെ ഇന്ന് ഭൂമുഖത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ്. അങ്ങയുടെ നാടിനോളം എനിക്ക് വെറുപ്പുള്ള വേറെ നാട് ഭൂമുഖത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭൂമിക അങ്ങയുടേതാണ്. അതാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വഭാവക്കാരനാണ് നല്ല മനുഷ്യനെന്നത് നബി പഠിപ്പിച്ച തത്വമാണ്. സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും രീതികൾ ആരാധനയേക്കാൾ സവിസ്തരമായിട്ടാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. നബി ചര്യയിലും അങ്ങനെ തന്നെ. അഭിവാദന പ്രത്യഭിവാദനങ്ങൾ മുതൽ സമസൃഷ്ടികളോട് എങ്ങനെ വർത്തിക്കണമെന്നും ഇതര മനുഷ്യരോടുള്ള പെരുമാറ്റം, വാക്കും നോക്കും സംസാരവും എല്ലാം എങ്ങനെ ആയിരിക്കണമെന്ന് തുടങ്ങി വ്യക്തി സംസ്കരണത്തിലൂടെ ഉത്കൃഷ്ടമായ സമൂഹ സൃഷ്ടി എന്നതാണ് പ്രവാചകൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. സമുദായത്തിലെ ഓരോ അംഗത്തിനും തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും പെരുമാറ്റ രീതികളെക്കുറിച്ചും താങ്കളുടെ സ്ഥാനത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ അവബോധം ഉണ്ടാക്കാൻ ശക്തിയുള്ളതാണ് നബിചര്യകളും അധ്യാപനങ്ങളും. അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള പെരുമാറ്റ മര്യാദകൾ നബി കാണിച്ചു തന്നുവെന്നത് അലങ്കാര പ്രയോഗമല്ല. ചെറുപ്പക്കാരും വൃദ്ധരും പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ലിംഗഭേദമന്യേ പ്രവാചകൻ വിലമതിക്കുന്നു. അഥവാ ആധുനിക ജെൻസി തലമുറയിലെ മനുഷ്യൻ്റെയും വ്യക്തിസത്തക്ക് അനുയോജിക്കുന്ന അനുവർത്തിക്കാൻ സാധ്യമാകുന്ന ജീവിത ശൈലിയാണ്, ബിഹേവിയറുകളാണ് നബി പകർന്നു തന്നത്. അവിടുത്തെ പെരുമാറ്റ സമീപനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ താൻ അഭിമുഖീകരിക്കുന്നവരെ സംതൃപ്തരും സന്തുഷ്ടരുമാക്കുന്ന രീതിയിലെ ഇടപെടാറുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം. ചെറിയവരോട് കാരുണ്യം കാണിക്കുന്ന, വലിയവരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, കണ്ടുമുട്ടുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഒരിക്കലും അവരെ തടസ്സപ്പെടുത്തിയിരുന്നില്ല. അവർ സംസാരിച്ച് തീരുന്നത് വരെ ക്ഷമയോടെ കാത്തിരുന്നു. കേവല അഭിസംബോധനയിൽ മാത്രമല്ല, നടത്തത്തിലും ഇരുത്തത്തിലും സംസാരിക്കാനുള്ള അവസരങ്ങളിൽ പോലും തന്നെക്കാൾ പ്രായമുള്ളവർക്ക് മുൻഗണന നൽകണമെന്നതാണ് പ്രവാചക മാതൃക. ഒന്നിലധികം ആളുകൾ ഒന്നിച്ച് നബിയുടെ അടുക്കൽ വന്ന് ഒരു കാര്യം സമർപ്പിക്കുമ്പോൾ കൂട്ടത്തിൽ പ്രായത്തിൽ മുതിർന്നവർ സംസാരിക്കട്ടെ എന്ന് നബി ആവശ്യപ്പെടുമായിരുന്നു. ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ലാതെ സഹോദരങ്ങൾക്കിടയിൽ സാഹോദര്യവും സ്നേഹവും നിർഭയത്വവും നിലനിൽക്കണമെന്നാണ് പ്രകാശം പഠിപ്പിക്കുന്നത്. സാമൂഹ്യ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് അയൽവാസികളോടുള്ള പെരുമാറ്റ മര്യാദകൾ. അവർക്ക് പ്രയാസകരമായതൊന്നും നമ്മിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം എന്നതാണ് പ്രവാചക പാഠം. അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, സദ്ഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിന്നോട് പിണങ്ങിയവനോട് നീ ഇണങ്ങുകയും നിന്നെ വിലക്ക് പ്രഖ്യാപിച്ചവനോട് നീ കനിവുള്ളവനാവുകയും നിന്നെ ശകാരിച്ചവനോട് നീ സൗമനസ്യം കാണിക്കുകയും ചെയ്യുക എന്നതാണ്. മനുഷ്യബന്ധങ്ങളെ ഉദാത്തമായി ക്രമീകരിക്കുകയാണ് ഇവിടെ. വിശ്വാസിയുടെ പെരുമാറ്റം ഉത്കൃഷ്ടമാകുന്നത് തൻ്റെ സമീപനം താൻ വെറുക്കുന്നവരോടും സ്നേഹിക്കുന്നവനോടും ഒരുപോലെ ആകുമ്പോഴാണ്. ശത്രുവിനോടും മിത്രങ്ങളോടും അപരിചിതനോടും അത്യാകർഷകമായ സമീപനം ഉണ്ടാവുക എന്നതാണ് മഹത്വം. അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യമാരോടും കുട്ടികളോടും വളരെ ദയയും സൗഹൃദവും ഉള്ളവനായിരുന്നു. അദ്ദേഹം അവരോട് സ്നേഹം പ്രകടിപ്പിച്ചു. എപ്പോഴും സന്തോഷവാനും അവരോട് നല്ല സ്വഭാവക്കാരനുമായിരുന്നു.
വീട്ടുജോലികളിൽ അവരെ സഹായിച്ചു. അദ്ദേഹം ഒരിക്കലും പരുഷമായി പെരുമാറിയിരുന്നില്ല. അവരുടെ തെറ്റുകൾ അവഗണിച്ചു. അദ്ദേഹം കുട്ടികളോട് വളരെ ദയയുള്ളവനായിരുന്നു. അവരോടൊപ്പം കളിച്ചു. പ്രവാചകന്റെ സന്തത സഹചാരിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതൻ തൻ്റെ കുടുംബാംഗങ്ങളെ വീട്ടുജോലികളിൽ സഹായിച്ചിരുന്നു. അദ്ദേഹം ആടുകളെ കറന്നു, ചെരുപ്പുകൾ നന്നാക്കി. തൻ്റെ ജോലികളുടെ ഭാരം മറ്റുള്ളവരുടെ മേൽ ചുമത്തിയില്ല. അദ്ദേഹം മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകി, വീടടിച്ചു, ഒട്ടകങ്ങളെ കെട്ടി, തൻ്റെ ദാസന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ചു, മാവ് കുഴച്ചു, പലചരക്ക് സാധനങ്ങൾ വാങ്ങി. ഞാൻ തിരുമേനിയുടെ യാത്രയിലും വീട്ടിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചോദിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തില്ല. വിശുദ്ധ ഖുർആനിലുള്ള നിയമനിർദ്ദേശങ്ങളുടെ പ്രായോഗിക രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പകർന്നു തന്നത്. ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിൻ്റെ പ്രത്യേകത അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയാണ്. ഒരു വ്യക്തിക്ക് സ്വഭാവമോ സംസ്കാരമോ ആവശ്യമാകുന്നത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴാണ്. മുഹമ്മദ് നബിയിലൂടെ ലോകത്തിൻ്റെ മാതൃകയായ സമൂഹവും വാർത്തെടുക്കപ്പെടേണ്ടതുണ്ട്. അന്തിമ പ്രവാചക നിയോഗത്തിൻ്റെ പൊരുൾ ഇതും കൂടിയാണ്. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് എന്ന് അതിനെ വിശുദ്ധ ഖുർആൻ സാക്ഷ്യം പറഞ്ഞ് അടിവരയിടുന്നു. ആരാധനകൾ എന്ന പോലെ സംസ്കാരത്തിലും പെരുമാറ്റത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആയിരിക്കണം നമ്മുടെ റോൾ മോഡൽ.